IT സേവനങ്ങളുടെ മറവിൽ എക്സാലോജിക്കുമായി ദുരൂഹ പണമിടപാടുകൾ നടത്തിയതിൽ കൂടുതൽ കമ്പനികൾ. CMRLന് പുറമെ 12 കമ്പനികൾക്കെതിരെയും ED അന്വേഷണം ശക്തമാക്കി കഴിഞ്ഞു. നേരത്തെ SFIOയും ഈ കമ്പനികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. നിഷ, ഇപ്പോൾ IT സേവനങ്ങളുടെ മറവിൽ എക്സാലോജിക്കുമായുള്ള ദുരൂഹ പണമിടപാടുകൾ നടത്തിയതിൽ കൂടുതൽ കമ്പനികൾ ഉണ്ടെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എക്സാലോജിക് വെറും ഒരു ഷെൽ കമ്പനി, നിഴൽ കമ്പനി മാത്രമായിരുന്നു. ഒപ്പം CMRLന് പുറമെ മറ്റ് 12 കമ്പനികൾ കൂടി ഈ അനധികൃതമായുള്ള പണമിടപാടിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്? എങ്ങനെയാണ് പ്രതികൾക്കായി ED വല വിരിച്ചു കഴിഞ്ഞിരിക്കുന്നത്? ഇത് എത്രത്തോളം കുരുക്കാകും വീണയ്ക്ക്? അശ്വതി, IT സേവനങ്ങളുടെ മറവിൽ എക്സാലോജിക്കുമായി ദുരൂഹ പണമിടപാട് നടത്തിയതിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 12 കമ്പനികൾക്കെതിരെ, അതായത് CMRLനെ കൂടാതെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റ് 12 കമ്പനികളെ കേന്ദ്രീകരിച്ചുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ 12 കമ്പനികളും SFIOയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു. അന്ന് SFIO കൃത്യമായി ഈ എക്സാലോജിക്കുമായി ഏതെങ്കിലും രീതിയിലുള്ള കരാറുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻവോയ്സുകളോ, അവർക്ക് സേവനങ്ങൾ നൽകിയതിന്റെ രേഖകളോ മറ്റോ ഉണ്ടോ എന്ന് SFIO ഈ കമ്പനികളോട് ചോദിച്ചിരുന്നു. പക്ഷേ SFIO നൽകിയ സമയപരിധിക്കുള്ളിൽ ഈ കമ്പനികൾക്ക് അതിന്റെ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഈ കമ്പനികളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ EDയുടെയും അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമായ കരാറുകളില്ലാതെയും സേവനങ്ങൾ സ്വീകരിക്കാതെയും CMRL എക്സാലോജിക്കിന് പണം നൽകിയതുപോലെ അന്വേഷണം നേരിടുന്ന കമ്പനികളും സേവനങ്ങൾ സ്വീകരിക്കാതെ പ്രതിഫലം കൈമാറുകയാണ് ഉണ്ടായതെന്നാണ് EDക്ക് വ്യക്തമായിട്ടുള്ളത്. കരാർ രേഖകൾ, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവ ഉണ്ടായിരുന്നെന്നാണ് ED പരിശോധിക്കുന്നത്. നേരത്തെ ഇതേ കമ്പനികളോട് SFIOയും ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ തന്നെയാണ് ഈ 12 കമ്പനികളും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നതാണ്. കാരണം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലാഭം നേടാൻ വേണ്ടി തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഇവർ ഈ പണം നൽകിയിരിക്കുന്ന എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ഭരണ രാഷ്ട്രീയ സ്വാധീനത്തിൽ അനധികൃത സഹായങ്ങൾ ലഭിക്കാൻ മറ്റ് കമ്പനികളെല്ലാം തന്നെ, അതായത് ഈ 12 കമ്പനികളും പിണറായി വിജയന്റെ മകൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ED അന്വേഷിക്കുന്നത്. CMRL നിന്നും 2,78,00,000 രൂപയാണ് എക്സാലോജിക്ക് പകരം സേവനങ്ങളൊന്നും വീണ നൽകാതെ തന്നെ ഇത്തരത്തിൽ ഈ എക്സാലോജിക്കിന് നൽകിയിരുന്നത്. ആ രീതിയിൽ തന്നെ ഈ 12 കമ്പനികളും, ഈ 12 കമ്പനികൾ ഈ CMRLനെ പോലെ തന്നെ എത്രത്തോളം പണം, കോടിക്കണക്കിന് രൂപയായിരിക്കും ഒരുപക്ഷെ ഈ വീണയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാലും എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ 12 കമ്പനികൾ കൂടി വീണയ്ക്ക് അല്ലെങ്കിൽ എക്സാലോജിക്കിന് പണം നൽകിയതെന്ന് EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കമ്പനികളെ കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം ശക്തമാക്കിയിട്ടുള്ളത്. അശ്വതി, വിവരങ്ങൾ വ്യക്തമാണ് നിഷ. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ED. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വീണയ്ക്ക് അക്ഷയപാത്രമായത് CMRL മാത്രമല്ല, മറ്റ് 13 കമ്പനികളാണുള്ളത്. എങ്ങനെയാണ് വീണയ്ക്ക് ഒരു സേവനവും നൽകാതെ ഈ കമ്പനികൾക്കൊക്കെ ഇത്രയും അധികം പണം വീണയ്ക്ക് നൽകാൻ സാധിക്കുക? കൃത്യമായ കാര്യമുണ്ട്. ഭരണ സംവിധാനങ്ങളുടെ മറവിൽ നടന്ന അനധികൃത കള്ളപ്പണ ഇടപാട്, അതിന് മറുപടി പറയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ED.